അതിനുശേഷം എങ്ങനെയായിരുന്നു? ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ ഉള്ളിലുണ്ടായിരുന്നോ? അതോ അത് പിന്നീട് നടത്തിയെന്ന് പറഞ്ഞതാണോ? ചെറുപ്പത്തിൽ അതായത് ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ പീഡിയാട്രീഷ്യൻ ആവണം എന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഡോക്ടർ ആവണം എന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ +1 +2 അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു. അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പോയായിരുന്നു. പക്ഷേ മടത്തി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഈശോയുടെ ഇഷ്ടം. ഈശോയ്ക്ക് എന്താണോ ഇഷ്ടം അത് എന്നിൽ നിറവേറിക്കോട്ടെ എന്നുള്ളൊരിതായിരുന്നു. പഠിക്കാൻ പോണ കാര്യമാണെങ്കിലും എനിക്ക് കുറേ എല്ലാം പഠിപ്പിക്കാനും പിന്നെ ഡോക്ടർ ആവാനും അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഓരോ സമയത്ത് ഓരോ ഇതായിരുന്നു. പക്ഷേ ഫോർമേഷൻ കഴിഞ്ഞ് നമ്മൾ സഭാവസ്ത്രം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സിസ്റ്റർ, ഇങ്ങനെ നീറ്റൊന്ന് എഴുതി നോക്കിയാലോ നമുക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സിസ്റ്റർ എഴുതി നോക്കാം. അപ്പോൾ ഞാൻ മനസ്സിലോർക്കുന്ന ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ എഴുതണതല്ലേ, അത് കിട്ടോ കിട്ടില്ലെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും പറഞ്ഞതല്ലേ സിസ്റ്റർ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഞാൻ പറഞ്ഞു സിസ്റ്റർ എഴുതാം എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതായിരുന്നു, ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുമ്പോൾ ഒരു 4, 5, 6 വർഷം കഴിഞ്ഞ് പഠിക്കുമ്പോൾ എങ്ങനെയാവോ എന്തോ. പക്ഷെ ഞാൻ ഈശോയുടെ അടുത്ത് പറയുമായിരുന്നു, ഈശോയെ നിനക്ക് എന്നെ ഒരു ഡോക്ടറായിട്ടാണ് കാണണമെങ്കിൽ ഓക്കെ, അതാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സിസ്റ്റർ ആവാന്നുള്ളത്. അത് നീ എനിക്ക് തന്നു. ഇനി വലിയൊരു ആഗ്രഹമുള്ളത് മിഷന് പോകണം എന്നുള്ളതാണ്. മിഷൻ ഏരിയയിലേക്ക് പോകണം, അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ ഇഷ്ടം എന്തോ അത് നടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നീറ്റ് പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ക്ലാസ്സിലുള്ള എല്ലാവരിലും വെച്ച് നോക്കുമ്പോൾ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കുറവ് മാർക്കൊക്കെ കിട്ടിയേക്കുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ നമ്മൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ഉടുപ്പിട്ട് പഠിക്കാൻ പോകുമ്പോൾ പിള്ളേർ ഓർക്കില്ലയോ, ഇത്രയും പോലും ഇതില്ലാത്ത ഒരു ആളാണോ പഠിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഡോക്ടറാവുക, അവർക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടാമെന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത്, ഈശോ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു ഇതൊന്നുമില്ല, പക്ഷെ നിൻ്റെ ആഗ്രഹം ഞാൻ ഡോക്ടർ ആവണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് ഞാൻ വരണമെന്നാണെങ്കിൽ നീ എന്നെ സഹായിക്കും. അങ്ങനെയായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോഴും എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നൊന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. മഠത്തിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും, പ്രായമായവരും എല്ലാവരും, ഒത്തിരി പ്രായമായ അമ്മമാരൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഈശോയുടെ അഡ്മിഷൻ തന്നത്. പിന്നെ ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിതിലെ ഞാൻ പറഞ്ഞിരുന്ന ആ ആഗ്രഹം ഞാൻ മറന്നു പോയിട്ടും ഈശോ മറന്നു പോയില്ല. അതെൻ്റെ അധികാരികളിലൂടെ ഈശോ എന്നോട് ചോദിച്ചു, നീ അത് ചെയ്യാമോ എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈശോ തന്നെ എന്നോട് ചോദിച്ചതായിട്ട് എനിക്ക് തോന്നി.